ഹായ്. നിങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന ജോലി കളഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? പക്ഷെ നിങ്ങളും എന്നെപ്പോലെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഞാൻ ഈ ചൂസ് ബെറ്റർ എന്നുള്ളൊരു ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്കൊരു 5 സ്റ്റെപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഫോർമുല കിട്ടി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾ ഈ ഒരു 5 സ്റ്റെപ്പിലൂടെ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കളഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ എത്താൻ പറ്റും. ആദ്യത്തെ ഇമോഷനാണ് ഹൗ ഡു ഐ ഫീൽ ആൻഡ് വൈ ഡു ഐ ഫീൽ ദിസ് വേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, കുറച്ച് ഗ്രോത്ത് വേണം അല്ലേ? അവിടെ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ഫിയറും കൂടിയുണ്ട്. അതായത് അത് സക്സസ് ആയില്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുള്ളൊരു ഫിയറും കൂടിയുണ്ട്. അപ്പോൾ ആ ഇമോഷനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. ഇനി സ്റ്റെപ്പ് 2ലേക്ക് പോവാം. അത് വാല്യൂസ് ഓഫ് സെൽഫാണ്. വാട്ട് മാറ്റേഴ്സ് ടു മീ. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതായത് ഫ്രീഡമാണോ അല്ലെങ്കിൽ കംഫർട്ടാണോ? ഇപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അവിടെ കംഫർട്ട് കിട്ടുന്നുണ്ടല്ലേ. പക്ഷേ നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഫ്രീഡം വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റെപ്പ് 2ൽ നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ കിട്ടി. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് വാല്യൂസ് ഓഫ് അതേഴ്സാണ്. അതായത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ വാല്യൂസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കളഞ്ഞ് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല അല്ലേ, കാരണം ഫാമിലിക്ക് സ്റ്റെബിലിറ്റി വേണം. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇനി സ്റ്റെപ്പ് 4 റിയാലിറ്റിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഇൻകം ഒന്നും കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര സേവിങ്സ് ഉണ്ട്, എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലാണ് ഇവിടെ നമ്മൾ നോക്കുക. അതായത് ബിസിനസ് തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല. ചിലപ്പോൾ അത് വരാൻ തന്നെ ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം, വർഷങ്ങളെടുത്തേക്കാം. അതുവരെ നിങ്ങൾക്ക് റൺ ചെയ്യാനുള്ള ക്യാപിറ്റലുണ്ടോ, അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും റൺ ചെയ്ത് പോകാനുള്ള ക്യാപിറ്റൽ ഉണ്ടോ എന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സ്റ്റെപ്പ് 5 കറേജ് ആണ്. അതായത് നിങ്ങൾ ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ എല്ലാം പോസിറ്റീവായിരിക്കും. അതായത് നിങ്ങളെ ആരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഇത്രയും കാലം റൺ ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടാവും, എക്സ്ട്രാ ഇൻകം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ ഉള്ള കറേജ് നിങ്ങൾക്കുണ്ടോ എന്ന് ഉള്ളൊരു ചോദ്യമാണ് ഈ 5ാമത്തെ. ഇനി ഈ 5നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ആ ഡിസിഷൻ എടുക്കുക. ജോബ് കിട്ടുകയാണെങ്കിൽ ജോബ് കിറ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങും. അല്ലെങ്കിൽ ചിലരുടെ കയ്യിൽ ചിലപ്പോൾ സേവിങ്സ് ഉണ്ടാവില്ല. കുറച്ച് കാലം വെയിറ്റ് ചെയ്തതിന് ശേഷം സേവിങ്സ് ഉണ്ടാക്കി സൈഡ് ഇൻകം എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സൈഡ് ഇൻകം എന്തെങ്കിലും ബിൽഡ് ചെയ്യുക, എന്നിട്ട് ക്വിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു ഏകദേശം ഒരു നല്ലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ.